ഹായ്, എന്തുണ്ട് വിശേഷം? ഈ വർഷം ഞാൻ വിചാരിച്ചു 2026 ആയല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ പെടാമെന്ന് വിചാരിച്ചു. ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുഖം ഒന്ന് നന്നായിട്ട് മിനുക്കിക്കൊണ്ട് ഒരു ഫേഷ്യൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊട്ടറ്റോ ഫേഷ്യലാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു 4 സ്റ്റെപ്പാണ് ഇതിൽ ചെയ്യുന്നത്. ആദ്യം ക്ലെൻസ് ചെയ്യും നമ്മൾ, അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യും. എപ്പോഴും നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യണം, എപ്പോഴും നല്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫേസ് സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലീച്ചിങ്, നമ്മളൊരു ഫേസ് പാക്കുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്, അത് ഞാൻ പയ്യെ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് തേന് വേണം, കുറച്ച് ചെറുനാരങ്ങ, ഒരു കഷ്ണം ചെറുനാരങ്ങ മതി, പിന്നെ പഞ്ചസാര, കടലപ്പൊടി, കാപ്പിപ്പൊടി. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി അതിനകത്തുനിന്ന് 2 ടീസ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ നീരും പിന്നെ ഒരു കുറച്ച് കടലപ്പൊടിയും കൂടി എടുത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മുഖത്ത് തേക്കുക. ഇത് നമ്മളൊന്ന് ഫേസിനെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങാണെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ ഡാർക്ക് സ്പോട്ടും സർക്കിൾസും ഇതൊക്കെ കുറയ്ക്കും. പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ് ആണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന്റെ നിറം കണ്ടിട്ട് വിഷമിക്കണ്ട, കാരണം ഇത് കുറച്ചു നേരം വെച്ചിരുന്നു കഴിഞ്ഞാൽ നിറം ഇത്തിരി ഡാർക്ക് ആവും. ഇനി നമുക്ക് അടുത്തായിട്ട് സ്ക്രബിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കുക. ഓരോരുത്തരുടെ ഫേസ് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കടലപ്പൊടി എടുക്കുക, കാപ്പിപ്പൊടി എടുക്കുക, പഞ്ചസാര. ഇപ്പൊ കാപ്പിപ്പൊടിക്കും കടലപ്പൊടിക്കും ഒരു തരി ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായിട്ട് തരി വേണം നമ്മുടെ ഫേസിൽ. ഇങ്ങനെ എന്നാൽ മാത്രമേ സ്ക്രബ് ചെയ്യുമ്പോൾ അത് യൂസ് ആവത്തുള്ളൂ. ഈ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. ഈ കടലപ്പൊടി നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും. പിന്നെ ടാൻ റിമൂവൽ, ഓയിൽ അബ്സോർപ്ഷൻ ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റും, എക്സ്ഫോളിയേഷനെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ കാപ്പിപ്പൊടിയും സെയിം തന്നെ നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പഫ്നെസ്സും ഡൾനെസ് ഒക്കെ കുറയ്ക്കും. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏജിങ് ഒക്കെ കുറയ്ക്കും, സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ കോഫി പൗഡർ വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഷുഗർ നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്. ഇത് ഡേർട്ടും പിന്നെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്ക്രബിങ് നമ്മളൊരു 2-3 മിനിറ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് ഇങ്ങനെ മസിൽ പിടിച്ച് ചെയ്യാൻ നിൽക്കരുത്. സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ബ്ലീച്ചാണ്. 3 നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു ബൗളിൽ 1 ടീസ്പൂൺ പൊട്ടറ്റോ ജ്യൂസ്, പിന്നെ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഹണി എടുക്കാം. 2-3 ഡ്രോപ്പ് ലെമൺ ജ്യൂസ്. ഈ ലെമൺ ജ്യൂസ് ഡയറക്റ്റ് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ, അതിൽ ഹൈ അസിഡിക് നേച്ചർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, സെൻസിറ്റീവ് സ്കിന്നുള്ളവർ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് 3 മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ മതി. ഇനി അവസാനമായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കുക, കടലപ്പൊടി, കാപ്പിപ്പൊടി, തേന്, 1-2 ഡ്രോപ്സ് നാരങ്ങാനീര്, തൈര്. നല്ല കട്ട തൈരായിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. കലകളൊക്കെ കുറയും, നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ ഏജിങ് ഒക്കെ കുറയ്ക്കും. അത് മാത്രമല്ല, ഇത് നല്ല ആന്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തൈരാണെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസിങ് എഫക്റ്റ് വരും, കലകളൊക്കെ കുറയ്ക്കും, നല്ല ബ്രൈറ്റൻ ആകും, സ്മൂത്തൻ ആക്കും. നമ്മൾ ഇത്ര നേരം കണ്ട ഈ മെത്തേഡ് ഒരു പ്രാവശ്യം ചെയ്താൽ ഒന്നും സ്കിന്ന് ബ്രൈറ്റ് ആവത്തില്ല. നമ്മളിത് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.